ഹായ്, ഫേസ്ലെസ് ആണ്. ഇപ്പോ ഹണി റോസിന്റെയും ബോബി ചെമ്മണ്ണൂരിന്റെയും കേസ് വളരെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പോൾ ഈ കേസിന്റെ പുറകെയാണ്. ഇപ്പോ സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. ഇതിനു മുമ്പ് പൂർണ്ണ പിന്തുണത്വം നൽകി ഹണി റോസിനെ കൊണ്ടാടിയവര് ഇപ്പോ ബോച്ചയ്ക്കും കൂടെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹണി റോസിന്റെ നയം എന്താണെന്ന് ചോദിച്ചാൽ മുന്നോട്ട് പോകാൻ തന്നെയാണ്, തോറ്റു പിന്മാറില്ല എന്നുള്ളതുമാണ്. അതിന്റെ ഭാഗമായി ഇപ്പോ ഹണി റോസ് ഫേസ്ബുക്കിൽ രാഹുൽ ഈശ്വറിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ഹണി റോസ് പറയുകയാണ്, ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നെങ്കിൽ ക്ഷേത്രത്തിലെത്തുന്ന സ്ത്രീകൾക്ക് രാഹുൽ ഈശ്വർ ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. രാഹുൽ ക്ഷേത്രത്തിലെ പൂജാരിയാവാതെ നന്നായി. എപ്പോഴെങ്കിലും രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ വന്നാൽ ശ്രദ്ധിച്ച് വസ്ത്രം ധരിച്ച് വന്നുകൊള്ളാം എന്ന് പറയുകയാണ് ഹണി റോസ്. 10-20 യൂട്യൂബർമാർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ചാനൽ ചർച്ചയിൽ തന്നെ തമാശയായിട്ട് പറയുന്നുണ്ട്, ഈ യൂട്യൂബർമാർക്കെതിരെയും അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയും ഇത്തരത്തിൽ പരാതി നൽകുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം ആരോ ഒരു തമാശ പൊട്ടിച്ചതുപോലെ അധിക്ഷേപിച്ച എല്ലാവരെയും ഒരു ട്രെയിനിലായിരിക്കും കൊണ്ടുപോകേണ്ടി വരിക. അത്രയും അധികം ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നു. തന്റെ വൾഗറായിട്ടുള്ള തംബ്നെയിൽ ഉപയോഗിച്ചവരെ എല്ലാം പൂട്ടിക്കുമെന്നാണ് ഹണി റോസിന്റെ ഭാഷ്യം. എന്നാൽ നേരെ തിരിച്ച് ബോച്ചയുടെ ഭാഗത്ത് വരുമ്പോ, പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിഷ്കളങ്കനായി പോലീസിന്റെ കൂടെ അനുയായികളുടെ നടുവിലൂടെ നടന്നു വരുന്ന ആളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദ്വയാർത്ഥം, ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് കേസുള്ളത്. ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന ബോബി ചെമ്മണ്ണൂര് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസുകളുടെ മനസ്സിൽ രാജാവാണ്. അതിന്റെ ഭാഗമായാണ് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ടുമായി വന്നിരിക്കുന്നത്. എന്തിനാണ് ബോബി ചെമ്മണ്ണൂരിനെ ഡിഫെൻഡ് ചെയ്യാൻ താങ്കൾ ഈ വാദം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന്റെ ഭാഗമായിട്ട് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഇപ്പോ ചൂട് ചർച്ചാ വിഷയം ചാനലുകളെല്ലാം കൊണ്ടാടുകയാണ്. കാരണം ഹണി റോസിന്റെ വസ്ത്രശൈലിയെ കുറിച്ച് 99% മലയാളികൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതായത് അവരിടുന്ന വസ്ത്രം ശരിയല്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ള വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. 2, ഹണി റോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. എന്താണെങ്കിലും കോടതിയിൽ വാദിക്കുമ്പോൾ രണ്ടു വശത്തു നിന്നും കേൾക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഷപ്രകാരം ആരോപണങ്ങള്, അതായത് ബോബി ചെമ്മണ്ണൂരിന് മേൽ ആരോപിക്കപ്പെട്ട ആരോപണങ്ങള് അദ്ദേഹത്തിന് നിഷേധിക്കാം. അതായത് കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഈസിലി ഇതിൽ നിന്ന് ഒഴിവാകാം. കാരണം കുന്തി ദേവി എന്ന് പറഞ്ഞത് ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല, പുരാണത്തിലെ കുന്തി ദേവിനെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു നടിയുമായുള്ള രൂപത സാദൃശ്യം കൊണ്ടാണെന്ന് പറയാം. അങ്ങനെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുകയും ഉണ്ടായി. ബോച്ചയുടെ ഇന്റർവ്യൂസും ബോച്ചയുടെ നിലപാടുകളും കേട്ടുകഴിഞ്ഞാൽ ശരിയാണ്, വ്യക്തമായ തെളിവുകൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷവും ഈ കുന്തി ദേവി എന്നുള്ള അഭിസംബോധന ചെയ്യുകയും കയ്യിൽ പിടിച്ച് വട്ടം കറക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂരിന്റെ PR ടീം അടുത്ത ഇനാഗ്രേഷന് ക്ഷണിക്കുമ്പോഴും, അതായത് ഒരു ജിമ്മിന്റെ ഇനാഗ്രേഷന് ക്ഷണിക്കുമ്പോഴും ഹണി റോസ് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത ഒരു ഇനാഗ്രേഷൻ ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കത്തിനുള്ള സാധ്യതകൾ ഉപേക്ഷിക്കാതെ വീണ്ടും അവിടേക്ക് പോയി എന്നുള്ളത് ഇവർക്ക് എതിരായ ഒരു കാര്യമാണ്. പിന്നെ ഹണി റോസിന്റെ സിനിമ റേച്ചൽ ഉടനെ ഇറങ്ങാനിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള PR വർക്കിന് വേണ്ടി നടത്തിയ ഒരു പ്രകടനമാണിതെന്ന് ബോബി ചെമ്മണ്ണൂരിന് ആക്ഷേപിക്കാം. അതിന് ബോബി ചെമ്മണ്ണൂരിനെ കരുവാക്കിയതായിട്ടും ബോബി ചെമ്മണ്ണൂർ പറയാം. മാത്രമല്ല, ഇത്രയും അധികമായിട്ട് തന്റെ അഭിമാനത്തെ, സ്വത്വത്തെ ബഹുമാനിക്കുന്ന ഒരാളായിട്ട് ഹണി റോസ് അവരോധിക്കപ്പെടുമ്പോൾ, ഇതിനു മുമ്പ് ഹണി റോസ് അഭിനയിച്ച സിനിമകളായ ട്രിവാൻഡ്രം ലോഡ്ജും അതുപോലെ തന്നെ മോൺസ്റ്റർ എന്ന് പറയുന്ന വലിയ സൂപ്പർ സ്റ്റാറിന്റെ പടവും ഒക്കെ അവരെ ഇത്രയും വൾഗറായി ചിത്രീകരിച്ചിട്ടും അവർക്ക് പ്രോബ്ലം ഇല്ലാതിരുന്നിട്ടും ഈ ഒരു കാര്യത്തിൽ അവര് പ്രോബ്ലം ഉന്നയിക്കുമ്പോൾ അതും ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള അറ്റാക്ക് ആയിട്ട് ബോബി ചെമ്മണ്ണൂരിന് പറയാവുന്നതാണ്. ഇനിയും ഇതൊന്നുമല്ലാതെ ബോബി ചെമ്മണ്ണൂരിന്റെ സാമൂഹ്യ സേവനങ്ങള്, പൊതുപ്രവർത്തനങ്ങള്, സാമൂഹിക സ്വീകാര്യ
സ്വകാര്യത എന്നിവയൊക്കെ ഇവർക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ ആൾക്കാർക്ക് മുന്നോട്ട് വെക്കാവുന്നതാണ് കോർട്ടില്. ഇനിയും അതിൽ നിന്ന് ഊരിപ്പോരാൻ വേണ്ടി ഹണി റോസിനോട് ഒരു പരസ്യമായ മാപ്പപേക്ഷ നടത്തി കോടതിക്ക് പുറത്തു വെച്ച് ഒത്തുതീർപ്പാക്കാൻ അവർ ശ്രമിക്കുമായിരിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിന് വ്യക്തിപരമായിട്ട് ഹണി റോസ് എന്ന് പറയുന്ന ആളോട് പ്രശ്നങ്ങളോ പകയോ ഒന്നും ഇല്ല എന്നുള്ളതും അവർക്ക് കോടതിയിൽ വാദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഹണി റോസിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഹണി റോസിന് നേരിട്ട ആഘാതം കോടതിയിൽ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവര് പറയുന്നത് ആദ്യത്തെ ഇനാഗുറേഷൻ കഴിഞ്ഞ് ഇത്രയും അസഭ്യമായി സംസാരിച്ചതിന് ശേഷം അവരെ ഫിസിക്കലി മെന്റലി പബ്ലിക്കായിട്ട് ഹരാസ് ചെയ്തതിന് ശേഷം അവര് ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജറോട് അല്ലെങ്കിൽ അവരുടെ മാനേജർ ത്രൂ ബോബി ചെമ്മണ്ണൂരിനോട് ഇത് അവതരിപ്പിച്ചപ്പോൾ അയാള് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവതരിപ്പിച്ചു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അടുത്ത തവണയും അവര് വിളിച്ചപ്പോൾ അയാളിൽ നിന്ന് മറ്റൊരു രീതിയിലുള്ള ഇതുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത ഇനാഗുറേഷന് പോയതെന്ന് ഹണി റോസിന് വാദിക്കാം. അതിന്റെ ശബ്ദ റെക്കോർഡുകളും മെസ്സേജുകളും ഒക്കെ ഡിജിറ്റൽ തെളിവുകളായിട്ട് സമർപ്പിക്കാം. അതുപോലെ തന്നെ സാക്ഷികളെയും സബ്മിറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ നിന്നുണ്ടായ മാനസിക വേദന, സാമൂഹ്യ അപമാനം ഹണി റോസിന് പറയാവുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ചുവട് പിടിച്ച് പൊതുസ്ഥലത്തും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഒക്കെ ആൾക്കാർ അവർക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തെളിവായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഭാരതീയ നിയമസംഹിത 7514 പ്രകാരം സ്ത്രീകളോട് ലൈംഗിക രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നത് തെറ്റ് തന്നെയാണ്. അത് ഇവർക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ്. IT ആക്ട് സെക്ഷൻ 67 പ്രകാരം ഡിജിറ്റൽ മാധ്യമത്തിലൂടെ അശ്ലീല മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നത് അത് പ്രകാരം ഇവർക്ക് ഈ പറഞ്ഞ തംബ്നെയിലില് വൾഗറായിട്ടുള്ള ഫോട്ടോ ഇട്ടവർക്കെതിരെ മുന്നോട്ട് പോകാവുന്നതാണ്. പിന്നെ പ്രതി പറയേണ്ട സമയത്ത് മാപ്പ് പറയാതിരുന്നതും ഒരു വിഷയമായിട്ട് ഇവർക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഇവരനുഭവിച്ച മാനസിക ശാരീരിക വിഷമങ്ങള് ഒരു പൊതുമാപ്പിൽ തീരില്ല എന്നും ഇവർക്ക് പറയാവുന്നതാണ്. പിന്നെ ഹണി റോസ് സ്റ്റാൻഡ് ചെയ്യുന്നത് ഇത് മൊത്തം ആൾക്കാർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ്. അതായത് കേരളത്തിലെ സ്ത്രീകൾക്ക് മൊത്തം വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ ഇതൊരു ചെറിയ ശിക്ഷാ നടപടിയായിട്ട് ഒതുക്കി കഴിഞ്ഞാല് ഇങ്ങനെയുള്ളവര് വീണ്ടും സമൂഹത്തിൽ വളരുമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാം. എന്താണെങ്കിലും ഒന്നുകിലെ ഒരു പൊതുമാപ്പ് അല്ലെങ്കിൽ ബോച്ചെ കുടുങ്ങും എന്നാണ് മൊത്തത്തിൽ മീഡിയയും പൊതുജനവും പറഞ്ഞു വെക്കുന്നത്. ബോച്ചെ കുടുങ്ങാനുള്ള സാധ്യത ഭയങ്കര കുറവാണെന്നും നിയമം അറിയാവുന്നവർ പറയുന്നു. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തിന്റെ പേരിലാണെങ്കിലും മറ്റൊരാളുടെ വസ്ത്രശൈലിയെയും മറ്റൊരാളുടെ ഇഷ്ടങ്ങളെയും ചോദ്യം ചെയ്യാൻ, അതായത് അവരുടെ പേഴ്സണൽ ചോയ്സുകളെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല എന്നുള്ളതാണ് സത്യം. അതിനെതിരെ വൾഗറായിട്ട് അല്ലെങ്കിൽ അശ്ലീലമായ രീതിയിലോ സംസാരിക്കാൻ പാടില്ലെന്നുള്ളതുമാണ് സത്യം. കാത്തിരുന്ന് കാണാം. ബൈ.